ആകാശത്ത് ഇന്ന് അത്ഭുതം സംഭവിക്കും. 8 ഗ്രഹങ്ങളിൽ 7 എണ്ണം ആകാശത്ത് ഒരുമിച്ച് ഇന്ന് ദൃശ്യമാകും. വിസ്മയ കാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണ് ലോകമെങ്ങുമുള്ള വാനനിരീക്ഷകർ. പ്ലാനറ്ററി പരേഡ് അല്ലെങ്കിൽ ഗ്രഹവിന്യാസം എന്നാണ് ഈ പ്രതിഭാസത്തെ വിളിക്കുന്നത്. ഒരേ സമയം ഒന്നിലധികം ഗ്രഹങ്ങൾ സൂര്യന്റെ ഒരു വശത്ത് കൂടിച്ചേരുമ്പോഴാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത്. നാസ പറയുന്നതനുസരിച്ച് ഗ്രഹപരേഡുകൾ അപൂർവമല്ല. എന്നാൽ എല്ലാ വർഷവും 8 ഗ്രഹങ്ങളും ഒന്നിച്ച് ദൃശ്യമാകുന്ന കാഴ്ച സംഭവിക്കാറില്ല. അതിനാൽ ഇന്നത്തെ ഗ്രഹവിന്യാസം കാണേണ്ടത് ഒരു അപൂർവത തന്നെയാണ്. ഇന്ന് നടക്കുന്നത് പോലുള്ള അത്ഭുതം ഇനി 2040 വരെ സംഭവിക്കില്ല. സൂര്യാസ്തമയത്തിന് തൊട്ടു പിന്നാലെ 7 ഗ്രഹങ്ങളും വൈകുന്നേരം ഒരേ സമയം ആകാശത്ത് ദൃശ്യമാകുന്നത് ഇതാദ്യമാണ്. ഇന്ത്യയിൽ ഈ കാഴ്ച കാണാൻ ഏറ്റവും അനുയോജ്യമായ സമയം സൂര്യാസ്തമയത്തിന് ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞാണ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ശനി, ബുധൻ, ശുക്രൻ, വ്യാഴം, ചൊവ്വ എന്നിവയെ ഇന്ന് രാത്രി നഗ്നനേത്രങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ കാണാം. പക്ഷേ യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും കാണാൻ ദൂരദർശിനിയോ ബൈനോക്കുലറുകളോ ഉപയോഗിക്കേണ്ടി വരും. തെക്കൻ ചക്രവാളത്തിന് തൊട്ടുമുകളിലായി മിഥുനം നക്ഷത്ര സമൂഹത്തിലാണ് ചൊവ്വയെ കാണാൻ കഴിയുന്നത്. വ്യാഴം ഏറ്റവും തിളക്കമുള്ള രണ്ടാമത്തെ ഗ്രഹമായി ടോറസ് നക്ഷത്ര സമൂഹത്തിൽ കാണപ്പെടുകയും ചെയ്യും. യുറാനസ് മേടം രാശിയിൽ ദൃശ്യമാകും. പൂർണ്ണമായും ഇരുണ്ടു തെളിഞ്ഞ ആകാശമാണെങ്കിൽ മാത്രമേ യുറാനസിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കൂ. ശുക്രൻ മീനരാശിയിൽ പടിഞ്ഞാറൻ ചക്രവാളത്തോട് അടുത്തായിരിക്കും. അതിന് തൊട്ടുമുകളിലായി നെപ്റ്റ്യൂണിനെ കാണാം. ഏറ്റവും മങ്ങിയ ഗ്രഹമായതിനാൽ ബൈനോക്കുലറുകൾ ആവശ്യമായി വരും. സൂര്യനോട് ഏറ്റവും അടുത്തായതിനാൽ ബുധനെ കുംഭം രാശിയിൽ കാണാം. രാത്രി ആകാശത്ത് ശനിയെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. സൂര്യനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഗ്രഹപരേഡിൽ അത് കണ്ടെത്താൻ ഏറ്റവും പ്രയാസമാണ്. 7 ഗ്രഹങ്ങളുടെ വിന്യാസത്തിന് പരമാവധി വിസിബിലിറ്റി ഉറപ്പാക്കാൻ പ്രകാശം കുറവുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കാം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.